ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിലെ 23-ാം അധ്യായത്തിലെ 46-ാം തിരുവചനമാണ്. വെള്ളിയാഴ്ചയാണ്. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ആ നിലവിളി കേൾക്കുന്നവർക്ക് ആദ്യം അങ്ങനെയേ തോന്നുകയുള്ളൂ. പൊടുന്നനെ മറ്റൊന്നു കൂടി കേൾക്കുന്നു, എൻ്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ ഞാൻ നൽകുന്നു. ക്രിസ്തുവിൻ്റെ പ്രാണൻ എന്നും അബയുടെ കൂടെ തന്നെയായിരുന്നു. അബയിലേക്ക് ചാഞ്ഞിരുന്ന ഒരു വൃക്ഷം അതാണ്. അത് വെട്ടിയപ്പോൾ അബയിലേക്ക് തന്നെ വീണു. ഒരുവനിൽ പ്രാണൻ നിക്ഷേപിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. ആ പ്രാണനെ പൊള്ളലേൽപ്പിക്കാതെ മടക്കി തരുമെന്ന്. ഞാനെന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ശരീരവും മാത്രമല്ല, സത്താപരമായ ഒരു നിലനിൽപ്പുണ്ട്. എല്ലാവർക്കും സത്തിനെ നശിപ്പിച്ച് അസത്തിനെ കൂട്ടുപിടിക്കുമ്പോഴാണ് ദിവ്യകരങ്ങളിൽ ഏൽപ്പിക്കേണ്ട പ്രാണൻ ലോകമായകളിൽ താഴ്ന്നു വീഴുന്നത്. ശരീരത്തെ കൊല്ലുന്നതിൽ ശ്രമിക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നും, എന്നാൽ ആത്മാവിനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയുന്നവനെ ഭയപ്പെടാനും പറഞ്ഞത് ഓർക്കുക. നമ്മളിലെ പ്രാണൻ സത്യത്തിൽ നമ്മുടേതല്ല, അത് നിക്ഷേപിച്ചവൻ്റേതാണ്. അതുകൊണ്ട് മക്കളെ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ യഹൂദ സ്ത്രീകൾ കുഞ്ഞുങ്ങളുടെ കാതിൽ ഓതിക്കൊടുത്ത ആദ്യ പ്രാർത്ഥനാ മന്ത്രങ്ങളിൽ ഒന്നാണിതാണ്, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം തീർത്തും നിസ്സാരമായതാണ് വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തുന്നതാണ്. ചെറുകാര്യങ്ങളെ ചൊല്ലി ആത്മാവിനെ ദോഷം വിളിച്ചു വരുത്തുന്നു. ജീവിതം എവിടെ നിന്ന് ആരംഭിച്ചുവെന്നും അതെവിടെ ചെന്ന് ചേരേണ്ടതെന്നും മറന്നു കളയുന്നു. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മൂല്യച്യുതിയാണത്. നമ്മൾ എവിടെ നിന്ന് വന്നുവെന്നും എവിടെ ചെന്ന് ചേരണമെന്നുള്ള ചിന്തയില്ലായ്മയോടെ ജീവിച്ചു പോകുന്ന അവസ്ഥയാണ് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളത്. ഒരർത്ഥത്തിൽ എല്ലാം കടം വാങ്ങിയ രാജാവാണ് ക്രിസ്തു. ജനിച്ചത് ആരുടെയോ കാലിത്തൊഴുത്തിൽ, സഞ്ചരിച്ചത് ആരുടെയോ കഴുതപ്പുറത്ത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓശാന ഞായറാഴ്ചപ്പോൾ യേശു രാജാതിരാജനായിട്ട് മറ്റൊരാളുടെ കഴുതപ്പുറത്ത് സഞ്ചരിച്ച് നമ്മൾ വായിച്ചു കേട്ടിരുന്നു. ആരുടെയോ കഴുതപ്പുറത്ത് പ്രസംഗിച്ചത് ആരോ നൽകിയ വഞ്ചിയിലിരുന്ന്, കൈമാറ്റം ചെയ്തത് മത്സ്യം നൽകിയ നാണയം ഉപയോഗിച്ച്, തോളിൽ വഹിച്ചത് ആരോ വെട്ടിയൊരുക്കിയ മരക്കുരിശ്, അടക്കം ചെയ്തത് മറ്റൊരാൾ നിർമ്മിച്ച കല്ലറയിൽ. സകലതും കടം വാങ്ങിയ രാജാതിരാജൻ ജീവൻ വെടിയുമ്പോൾ ഇനി എന്തിന് ശേഷിക്കുന്ന പ്രാണൻ തന്നിൽ വയ്ക്കണം? അത് നൽകിയവന് തന്നെ തിരിച്ചു കൊടുക്കുന്നു. നാമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നൽകപ്പെടാത്തായി ഒന്നും തന്നെ നമുക്കില്ല. വീർപ്പിച്ച അഹന്തയും അഹങ്കാരവും പേറി എല്ലാം എൻ്റേതാണെന്ന ചിന്തയിലും കഴിഞ്ഞുകൂടുന്നേ ഉള്ളൂ. വലിയ കടക്കാരാണ് നാം. വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നും മനുഷ്യരിൽ നിന്നും സ്വീകരിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഈ ഒരു കടബോധം കുറെ കൂടി വിശ്വസ്തമായിട്ട് ജീവിക്കാൻ നമ്മളെ നിർബന്ധിക്കും. നേടിയെടുത്തതല്ല, നൽകപ്പെട്ടതാണ് സകലതും നമുക്ക്. അന്ത്യത്താഴത്തിന് ചിത്രം വരയ്ക്കാനായി മൈക്കിൾ ആഞ്ചലോയെ ഭാരപ്പെടുത്തിയത് ആ വിരുന്നിൽ ഏത് ഭാഗം വരയ്ക്കണമെന്നതായിരുന്നു. ഒടുക്കം അയാൾ തീരുമാനിച്ചു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് ക്രിസ്തു പറയുമ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന അല്ലലിനെ കാണിക്കുന്ന ഭാഗം വരയ്ക്കാം. ആരാണ് ഒറ്റുകാരൻ എന്ന് പരസ്പരം ചോദിക്കുന്നുണ്ട്. നീയാണോ, മറ്റൊരാളാണോ, അതോ ഞാനാണോ? തർക്കത്തിനിടയിൽ യൂദാസിൻ്റെ പ്രാണൻ മിടിക്കുന്നുണ്ട് കൂടുതൽ. എന്നിട്ടും ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അവൻ ആ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ആ പിക്ചർ ആണ് നമ്മൾ അന്ത്യത്താഴവേളയിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പിക്ചർ. എല്ലാം അറിഞ്ഞിട്ടും പ്രാണനെ തകർത്ത് കളയുന്ന പ്രലോഭനം എപ്പോഴുമുണ്ട്, എല്ലാ മനുഷ്യർക്കുമുണ്ട്. നമുക്കിടയിൽ പ്രാണന് പകരം എന്തു കൊടുക്കും? ദൈവത്തിന് മാത്രം മതി.
എന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് നീങ്ങണം. പരമകാരുണ്യവാനാണ് ദൈവം എന്നും ക്രിസ്തുവിൻ്റെ രക്തത്തിൽ സകല പാപങ്ങളും കഴുകി കളയാമെന്നും ആവർത്തിച്ച് പറയുന്ന വചനമുണ്ട്. അന്തിപ്പിച്ചില്ലെങ്കിൽ നശിക്കുമെന്നും പറയുന്നു. അന്തിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് വലിയ ദോഷമുണ്ട് പ്രിയമുള്ളവരെ. ഇതാകും ആ രഹസ്യം. ഞെട്ടിക്കാനല്ല, വീണ്ടെടുക്കാനാണ് ക്രിസ്തു വന്നത്. ഭൂമിയിലെ ഏറ്റവും ക്രൂരമായ മരണം ശാന്തമാകും കുലീനമായും കുരിശിലെ ക്രിസ്തു പൂർത്തിയാക്കുന്നത് കാണുക. 7 തിരിയിട്ട വിളക്കാണ്, ഒടുക്കത്തെ 7 മൊഴികളാണ്. ആ തിരിയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇന്ന് ഇത് വെള്ളിയാഴ്ചയിൽ അവൻ നൽകിയ ബലിയർപ്പണത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ ബോധ്യം വേണം. നമ്മുടേതായി ഒന്നും തന്നെയില്ല, നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. എത്രയെല്ലാം വചനം നമ്മൾ സ്പർശിച്ചാലും നമ്മളെപ്പോഴും ഭൗതികമായ ചിന്തയുടെ അടിമയാണ്. അത് തിരിച്ചറിയുക. നമ്മുടെ ഈ ജീവിതം ഇന്ന ദിവസം നമ്മൾ ക്രിസ്തുവിൻ്റെ മരണം നമ്മൾ ചിന്തിക്കുക. ഒന്നും തന്നെയില്ല ഈ ജീവിതം. ദൈവമായ ക്രിസ്തു പോലും ആ പ്രാണനെ പിതാവിന് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയില്ല നമ്മൾ കാണുന്നു ഇന്നേ ദിവസം. നമ്മൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ദിവസം, ഇത് വെള്ളിയാഴ്ചയുടെ ഓർമ്മ മനുഷ്യനെ അവൻ്റെ സത്വത്തെ തിരിച്ചറിയാനുള്ള ദിവസമായി മാറട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാണനെ നിന്നിലേക്ക് ഉയർത്തുന്ന ഈ നാഴികയുണ്ട് എനിക്ക്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. വിറയലില്ലാതെ വിഷാദങ്ങളില്ലാതെ എങ്ങനെ നിന്നിലേക്ക് അർപ്പിക്കാൻ എൻ്റെ പ്രാണനാഥ എനിക്ക് നീ ആശ്രയമായി തരണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാണനെ നിന്നിലേക്ക് വിട്ടുതരാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ഈ ലോകത്തിൽ നിന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. തിരിച്ചു പോരുമ്പോൾ തിരിച്ച് നിന്നിലേക്ക് അർപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ആത്മാവിനെ സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ നാഥ. കനിയണമേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായിട്ട് ഞങ്ങളിത് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ.